നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ LGS ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. പൊതുവെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരാണ്? ഉദ്ധം സിംഗ് ആണ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഡോക്ടർ S രാധാകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? മൗലികാവകാശങ്ങളിൽ പെടുന്നത് സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയാണ്. 1, 3, 4, 6. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? കോടതിയെ സമീപിക്കാൻ ആവില്ല എന്നതാണ് ഉത്തരം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യയാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണം. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024-25 പ്രിലിംസ് ഒൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് വേണ്ടവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസിന് വൻപൻ ഡിസ്കൗണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഷുവർ ഷോർട്ട് കറണ്ട് അഫെയർസ്, മന്ത്ലി കറണ്ട് അഫെയർസ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK, അതുപോലെ പ്രിലിംസിന്റെ മോഡൽ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ്. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം വിളിക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഏത് രാജ്യമാണ്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റെനിൽ വിക്രമസിംഗെ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാഷ്ട്രങ്ങൾ. അപ്പോൾ ഇതിൽ ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ എന്നതാണ് കറക്റ്റ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹിയാണ്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986.
രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? പ്രതിഭ റായി ആണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിൽ തെറ്റ് ഏത്? തെറ്റായിട്ടുള്ളത് ബിയും ഡിയും ആണ്. ബിയും ഡിയും ആണ് തെറ്റായിട്ട് തന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? തെറ്റായിട്ടുള്ളത് കിഴക്ക് ഭൂട്ടാൻ എന്നതാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഹിമാലയമാണ്. ഹിമാലയം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? തെറ്റായ വിവരം ഓപ്ഷൻ സി ആണ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 വടക്ക് വരെ ശരിയാണ്. രേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 കിഴക്ക് വരെ ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പോൾ ഉത്തരം വരുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്ന നദികളെയാണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ എന്നിങ്ങനെയാണ്. കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് നെയ്യാറാണ്. നെയ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത്? NW3 ആണ്. NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. സിയാൽ പദ്ധതി എറണാകുളം എന്നതാണ്. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. അടുത്ത ചോദ്യം, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ ഏത്? കതിർ ആപ്പ് ആണ്. കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്ര? 89.45 മീറ്റർ. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര? 134. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്തത് ബുധനാണ്. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത്? 800 എന്നതാണ്. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ആണ്. ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏത്? ഇന്ദ്രയാണ്. ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി എന്നതാണ്.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്നവ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി എന്നിവയാണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏതാണ്? ഫിറമോൺ ബോംബിക്കോൾ ആണ്, ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ച ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19 ആണ്, COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? നിപ്പ വൈറസ് ആണ്, നിപ്പ വൈറസ്. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ഫോമിക് ആസിഡ് ആണ്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? വിസരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്കാണ്. പണ്ട് മരുഭൂമികളിലൂടെയും കടലുകളിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേത്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? ചന്ദ്രയാൻ 3 ആണ്, ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? മന്ദരോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം, വായുവിൽ കൂടി പകരുന്നത് മീസിൽസ് ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത്? ഇരുമ്പാണ്, ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? സ്പിഗ്മോ മാനോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ഇത് രണ്ടുമാണ് ശരി. എംഫിസീമ രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിക്ക് പറയുന്ന പേരാണ് മൃതസഞ്ജീവിനി, മൃതസഞ്ജീവിനി. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്, അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏത്? ആട്ടം എന്നതാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എസ് സോമനാഥ്. അടുത്ത മാത്സ് ആൻഡ് മെന്റലബിലിറ്റി. 7 into 8 divided by 2 into 14 plus 3 square is equal to 11 ആണ്. 7 square into 2 divided by 2 into 7 is equal to 7. 1/2, 2/3, 3/4, 1/5 ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ്. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര? 154. 41 minus 30 plus 45 plus 7 into 7 is equal to value 375. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 280 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിന്റെ വേഗത എത്രയാണ്? 500 കിലോമീറ്റർ പെർ മണിക്കൂർ. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? 1408. 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്രയാണ്? 5 ആണ്. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 8, 16, 27, 64. കൂട്ടത്തിൽ ചേരാത്തത് 16. 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? അടുത്ത പദം 10 ആണ്, 10. 2 raised to n plus 1 equal to 32 ആയാൽ എന്നിന്റെ വാല്യൂ 4 ആണ്.
ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70 ആകെ തലകൾ 30 മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20. 0.05 the whole square into 1/20 is equal to ഉത്തരം 0.05 the whole cube. 1248 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏതാണ്? 16 ആണ്. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 27. 1 + 2 × 3 / 6 - 1 is equal to ഉത്തരം ഓപ്ഷൻ സി 1 ആണ്. 11:132 ആണെങ്കിൽ 22 എത്ര? 264. ഒറ്റയാൻ ഏത്? ഒറ്റയാൻ ചതുർഭുജമാണ്. 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏതാണ്? 19. 4 and 2/6 / 1 and 2/6 is equal to 3 and 1/4. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.